ഹായ്, ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ മെയിൻ പേജിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. ആദ്യത്തെ ന്യൂസുകളിലേക്ക് പോവാം. 6 held for UP stampede, no police action against ഗോഡ്മാൻ എന്നൊരു ന്യൂസ് കാണാം. അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഹത്രാസ് എന്ന് പറഞ്ഞ UP-യിലെ ഒരു പ്രശ്നത്തിൽ തിക്കും തിരക്കിലും പെട്ട ഒത്തിരി പേര് മരിച്ചതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ടല്ലോ, അതാണ്. അപ്പൊ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. പക്ഷേ വേറെ ബാക്കി ന്യൂസുകളിലെല്ലാം നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. ജയശങ്കർ മീറ്റ്സ് വാങ് ഇ, സെയ്സ് LAC മസ്റ്റ് ബി റെസ്പെക്ടഡ്. ജയശങ്കർ, ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, ഇപ്പൊ എവിടെയാണെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസിൽ ഞാൻ പറഞ്ഞാണ്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ SCO മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. SCO മീൻസ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. കസാക്കിസ്ഥാനിലെ അസ്താനയിൽ വെച്ചാണ് ഈ SCOയുടെ മീറ്റിംഗ് നടക്കുന്നത്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ചൈനയും റഷ്യയും ചേർന്ന് തുടക്കമിട്ട് പിന്നീട് കസാക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും താജിക്കിസ്ഥാനും ഒക്കെ അതിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം റീസെന്റ് ഇന്ത്യയും പാകിസ്ഥാനും അതിനുശേഷം ഇറാനും ബെലറൂസും ഒക്കെ ജോയിൻ ചെയ്ത ഓർഗനൈസേഷനാണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സ്ഥിരമായിട്ട് ആ മീറ്റിംഗിൽ പങ്കെടുക്കുമായിരുന്നു. ബട്ട് ഹി ഡിസൈഡഡ് ടു അവോയ്ഡ് ദാറ്റ് മീറ്റിംഗ് ദിസ് ഇയർ ടു ഗിവ് എ ക്ലിയർ മെസ്സേജ് ടു പാകിസ്ഥാൻ ആൻഡ് ചൈന because they are creating problems for India in the border areas. അപ്പം അതാണ്. അപ്പം അതിന് പകരം ആരെങ്കിലും പോകണ്ടേ? അങ്ങനെയാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പോയത്. അദ്ദേഹം അവിടെ വെച്ച് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വാങ് ഇയെ മീറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞ് LACയെ റെസ്പെക്ട് ചെയ്യണം. LAC എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോൾ. ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോൾ ആക്ച്വലി ഇന്ത്യയും ചൈനയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ലൈൻ മക്മോഹൻ ലൈൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മക്മോഹൻ ലൈനൊന്നും ചൈന അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാര്യം അത് ബ്രിട്ടീഷ് പീരീഡിലാണ് ഈ മക്മോഹൻ ലൈനൊക്കെ ഉണ്ടായത്. അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ചൈന ഒന്നും ഇല്ല, മനസ്സിലായി? അതൊക്കെ 1949 ഉണ്ടാവുന്നത്. അപ്പൊ മക്മോഹൻ ലൈൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത്, അതൊന്നും ചൈന അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇന്ത്യക്കും ചൈനയ്ക്കുള്ള വാറൊക്കെ ഉണ്ടായതിനു ശേഷം LAC ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോൾ വരുന്നു. ഈ ലൈൻ ഓഫ് ഫാക്ച്വൽ കൺട്രോളിനെയും ചൈന പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇന്ത്യക്കും ചൈനയ്ക്കിടയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റൂ എന്നാണ് ജയശങ്കർ ഇന്നലെ അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടായ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഓഫ് ചൈനയായ വാങ് ഇയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ആ മീറ്റിംഗിനെ കുറിച്ചുള്ള ന്യൂസാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഹേമന്ത് സോറൻ സോണിനാസ് ജാർഖണ്ഡ് CM എന്നൊരു ന്യൂസ് കാണാം. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററായി വീണ്ടും ഹേമന്ത് സോറൻ തിരിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്നു. ജാർഖണ്ഡ് ഈസ് ഗോയിങ് ടു ഇലക്ഷൻ ലേറ്റർ ദിസ് ഇയർ. അപ്പം ജാർഖണ്ഡിലെ ഹേമന്ത് സോറന്റെ കുടുംബ പാർട്ടിയാണ് ഈ JMM എന്ന് പറയുന്നത്, ജാർഖണ്ഡ് മുക്തി മോർച്ച. അപ്പൊ അതിന്റെ പാർട്ടിയുടെ ലേബലിൽ ഒരു കുടുംബത്തിന് വെളിയിലുള്ളവന് ചീഫ് മിനിസ്റ്റർ ആയിട്ടിരിക്കാൻ അവർ സമ്മതിക്കും. അതാണല്ലോ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇയാളെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല കോടതി, ജസ്റ്റ് ബെയിലേ കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേ വീണ്ടും ചീഫ് മിനിസ്റ്റർ പൊസിഷൻ തിരിച്ചെടുത്തു. അപ്പം അതാണ് വേറൊരു ന്യൂസ്. അപ്പൊ ജാർഖണ്ഡിലെ ചീഫ് മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ ചമ്പായ് സോറൻ എന്ന് പറയരുത്, ഹേമന്ത് സോറൻ. JMM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ലീഡറാണ്. JMM മീൻസ് ജാർഖണ്ഡ് മുക്തി മോർച്ച. ദാറ്റ് ഈസ് എ റീജിയണൽ പാർട്ടി ഇൻ ജാർഖണ്ഡ്. മെയിൻലി ട്രൈബൽ പാർട്ടിയാണ്, ട്രൈബൽസിന്റെ ആണ്. ജാർഖണ്ഡ് പ്രഡോമിനന്റ്ലി ട്രൈബൽ സ്റ്റേറ്റ് ആണ്. Labour Party projected to oust Sunak government in UK polls. UK ആക്ച്വലി ഇപ്പൊ അവരുടെ ഗ്ലോബൽ സ്റ്റാച്ചർ ഒക്കെ ഡിമിനിഷ്ഡ് ആണെങ്കിൽ ഒരു സമയത്ത് ലോകം ഭരിച്ച രാജ്യം ആയതുകൊണ്ടും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്കോണമീസ് ഇൻ ദ വേൾഡ് ആയതുകൊണ്ട് G7 ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസിലെ മോസ്റ്റ് ഡെവലപ്ഡ് നേഷൻസിന്റെ ഗ്രൂപ്പായ G7 ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസിലെ ഒരു മെമ്പർ ആയതുകൊണ്ടും UK നമുക്ക് പ്രാധാന്യമാണ്. UK-യിൽ ഇലക്ഷൻ നടക്കുവാണ് ഇന്ന്. UK-യിൽ ഒരു ഹിസ്റ്റോറിക് ഡിഫീറ്റ് ആയിരിക്കും ഋഷി സുനാക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടിക്ക് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് അവിടുത്തെ ഒപ്പീനിയൻ പോൾസ് പറയുന്നത്. ലേബർ പാർട്ടിയോട് വിൻ ചെയ്യുമെന്നാണ്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിനെ കുറിച്ച് വാർത്തകൾ വരും, അപ്പം നോക്കാം. നായിഡു മീറ്റ്സ് മോഡി, സീക്സ് സെൻട്രൽ എയ്ഡ്. Now India is witnessing coalition politics after an interval of 10 years. BJP is heavily dependent on this man for sustaining their third government, NDA 3. ഈ മനുഷ്യനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തു. ഈ മനുഷ്യന്റെ പേര് ചന്ദ്രബാബു നായിഡു എന്നാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്ററാണ്. തെലുഗുദേശം പാർട്ടിയുടെ ലീഡറാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 16-17 MP-മാരുണ്ട്. അവരുടെ ഹെൽപ്പിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇപ്പൊ ബഡ്ജറ്റ് വരാൻ പോയാണ്. അടുത്ത മാസം അല്ല, ഈ മാസം അവസാനമൊക്കെ ബഡ്ജറ്റ് വരും. ബഡ്ജറ്റ് വരുന്ന സമയത്ത് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. ബിക്കോസ് പ്രീവിയസ്ലി ഇറ്റ് വാസ് ആൻ അൺഡിവൈഡഡ് സ്റ്റേറ്റ് ആൻഡ് ഇൻ 2014 ദാറ്റ് സ്റ്റേറ്റ് വാസ് ബൈഫർക്കേറ്റഡ് ഇൻടു ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ആൻഡ് മെജോറിറ്റി ഓഫ് ദ റിസോഴ്സ് റിച്ച് പ്ലേസസ് വെൻ വിത്ത് തെലങ്കാന, നോട്ട് വെൻ വിത്ത് തെലങ്കാന. ആ തെലങ്കാന റീജിയനിലായിരുന്നു ഈ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങൾ. സോ ആന്ധ്രാപ്രദേശ് ലോസ്റ്റ് മെനി ഓഫ് ദെയർ അവന്യൂസ് ഫോർ ഇൻകം. അപ്പൊ അതുകൊണ്ട് അവർ ഒരുപാട് സെൻട്രൽ അസിസ്റ്റൻസ് ഒക്കെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അതായത് കൊടുക്കാൻ മോഡി നിർബന്ധിതനാവും. കാരണം അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ സർവൈവൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിയൊക്കെയാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ്. സ്റ്റേറ്റ്സ് പേജിൽ
എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് നോക്കാം. നത്തിങ് ഈസ് ദെയർ. നമുക്ക് ആവശ്യമുള്ള ഒന്നുമില്ല. അത് ഒരു കാര്യം പറയാം. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ആയുഷ്മാൻ ഭാരത് സ്കീം നിങ്ങൾക്ക് അറിയാമല്ലോ. ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് പറയുന്നത് അതിന്റെ ആയുഷ്മാൻ ഭാരത് സ്കീമാണ് നമ്മളുടെ വേൾഡിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസേഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം. ഇന്ത്യയിലെ BPL ഫാമിലീസിലുള്ള ആൾക്കാർക്ക് 5 lakhs rupees പെർ ആനം അവർക്ക് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇൻ ഹൗസ് ട്രീറ്റ്മെന്റ്, അതായത് അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് ആകുമ്പോൾ ഈ ആയുഷ്മാൻ ഭാരതിന്റെ അണ്ടറിൽ കാർഡുകൾ ഉള്ള ആൾക്കാർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാം എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞത്. അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് നടപ്പാക്കുന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആയുഷ്മാൻ ഭാരത് സ്കീം അതൊരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്പോൺസർഡ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം ആണെന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. അതുപോലെ പിന്നീട് ജൻ ആരോഗ്യ കേന്ദ്രാസ് ഉണ്ട്. ജൻ ആരോഗ്യ കേന്ദ്ര, ജൻ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജൻ ഔഷധി എന്ന് പഠിച്ച ജൻ ഔഷധി സ്കീം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ചിലപ്പോൾ മിക്കവാറും ഒരു ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ കാണാം. ആ മെഡിക്കൽ സ്റ്റോർ വഴി ജനറിക് മെഡിസിൻസ് വളരെ വളരെ ലോ കോസ്റ്റിൽ ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പം ഈ ട്രീറ്റ്മെന്റ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള 2 ഇനിഷ്യേറ്റീവ്സ് ആണ്. സാധാരണ നമ്മളുടെ പോറായിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ഡെറ്റ് റിഡൻ ആയി പോകാനുള്ള മെയിൻ റീസൺ ഈസ് ദ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ മീറ്റിംഗ് ദെയർ മെഡിക്കൽ എക്സ്പെൻസസ്, അല്ലേ? അപ്പൊ അതാണ് പലപ്പോഴും ആൾക്കാർ പോറാവാൻ കാരണം. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 സ്കീം കൊണ്ട്, ഒന്ന് ആയുഷ്മാൻ ഭാരത്, അത് ഇൻ ഹൗസ് ട്രീറ്റ്മെന്റിന് വേണ്ടി. ഇനി മരുന്ന് മേടിക്കുകയാണെങ്കിൽ ജൻ ഔഷധി കേന്ദ്രാസ്, അവിടെ ഭയങ്കര വില കുറവാണ്, പക്ഷെ എല്ലാ മരുന്നൊന്നും അവൈലബിൾ അല്ല, ജനറിക് മെഡിസിൻസേ അവിടെ കിട്ടുള്ളൂ. ഇതുപോലെ ഈ ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ അണ്ടറിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത, അതിന്റെ പേരാണ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർസ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർസ്. പക്ഷേ മിസോറാം, മേഘാലയ, നാഗാലാൻഡ് പോലുള്ള സ്റ്റേറ്റുകൾ ആ പേരിന് ഒബ്ജക്ട് ചെയ്തിരിക്കുന്നു. വേറെ നല്ല കാര്യം, എനിക്കത് മനസ്സിലാവുന്ന കാര്യം എന്റെ റിലീജിയസ് റീസൺസ് ആണെന്നാണ്. കാര്യം ഈ സ്റ്റേറ്റുകളിലെല്ലാം ക്രിസ്ത്യൻ മെജോറിറ്റി സ്റ്റേറ്റുകളാണ്. അതുകൊണ്ടായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പോയില്ല, ജസ്റ്റ് ആ ന്യൂസേ വായിച്ചോളൂ. ഓക്കെ, പിന്നെ ഈ പേജുകളും നമുക്ക് വേണ്ട. ഇനി നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോയാണ്. എഡിറ്റോറിയൽസ്, ഇന്നത്തെ 2 എഡിറ്റോറിയൽസും, ഒന്നാമത്തെ എഡിറ്റോറിയൽ നമുക്ക് അങ്ങനെ ഭയങ്കര അത്യാവശ്യമുള്ള എഡിറ്റോറിയൽ ഒന്നും അല്ല, പക്ഷെ നമ്മൾ എഡിറ്റോറിയൽ വായിക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ എഡിറ്റോറിയൽ എന്താണെന്ന് പറയുന്നത്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞാല്. ഡേഞ്ചറസ് പ്രസിഡന്റ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് മാത്രം ഞാൻ ജസ്റ്റ് പറയും, അല്ല എഡിറ്റോറിയൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അത് US-ന്റെ ഒരു ഇന്റേണൽ മാറ്റർ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യുടെ ഇന്റേണൽ മാറ്റർ. ഇറ്റ് ഈസ് നോട്ട് in any way going to affect our democracy or our constitutional values. Nothing is going to be affected by this decision of US court. പക്ഷെ സ്റ്റിൽ ലോകത്തിലെ ബിഗ്ഗസ്റ്റ് എക്കോണമി, ലോകത്തിലെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ കൺട്രി ഒക്കെ USA ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം. US-ല് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്ന മനുഷ്യൻ. കാരണം അതിനാണ് സാധ്യത. കാര്യം ഇപ്പൊ ലാസ്റ്റ് നടന്ന ഡിബേറ്റില് ജോയ് ബൈഡനെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേച്ചറിൽ നിന്ന് തന്നെ വിത്ഡ്രോ ചെയ്യണമെന്നാണ് അവിടുത്തെ ഡെമോക്രാറ്റിക് പാർട്ടിക്കാർ ആവശ്യപ്പെട്ടത്. അത്ര വളരെ പുവർ ആയിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തത് ട്രംപിന്റെ മുന്നിൽ ഡിബേറ്റ്സിൽ. അപ്പോൾ അതെന്ത് സംഭവിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തായാലും ട്രംപിനാണ് അഡ്വാൻറ്റേജ്. ഇപ്പം ആ ട്രംപിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോട്ട് ഓഫ് കേസസ് ആർ ദെയർ ഇൻ മെനി കോർട്സ് ഇൻ USA. അതൊരു പോൺ സ്റ്റാറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തൊട്ട് 2020 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ട്രംപ് തോറ്റിട്ടും ആ തോൽവി അംഗീകരിക്കാതെ അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് വയലൻസിന് പ്രേരിപ്പിച്ചു. അങ്ങനെ അവിടുത്തെ ഭരണ സ്ഥിരാകേന്ദ്രമായ ക്യാപിറ്റോൾ ബിൽഡിംഗ് പ്രൊട്ടസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു. ആൾക്കാർ മരിച്ചു, കുറെ പേര് ഇഞ്ചേർഡായി. അപ്പൊ അതിന്റെ പേരിൽ ട്രംപിന് അഗേൻസ്റ്റ് ആയിട്ട് കേസുണ്ട്. ഈ കേസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ US-ലെ സുപ്രീം കോർട്ട് ആ കേസിന്റെ മെറിറ്റ്സിലേക്ക് പോവാതെ വേറൊരു കാര്യത്തിലേക്ക് പോയി. പ്രസിഡന്റിന് ഈ ട്രയൽസ്, പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റ് ആരോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിലേക്ക്. എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ, അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടി ആവാം, പിന്നീട് ഒഫീഷ്യൽ ഡ്യൂട്ടി ആവാം, അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രൈവറ്റ് ഡ്യൂട്ടി ആവാം. ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് കോർട്ടുകൾ ആ ആക്ഷൻസിനെ വിലയിരുത്തേണ്ടതെന്നാണ്.
ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ് പ്രസിഡന്റ് നിർവഹിച്ചതെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയുടെ സമയത്ത് അദ്ദേഹം എടുക്കുന്ന എല്ലാ ഡിസിഷൻസിനും ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷൻസും കോടതികളിൽ എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഇപ്പോൾ ഈ കോടതി വിധി വന്നേക്കുന്നത്. ഇനി അദ്ദേഹം എടുത്തത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടി അല്ല ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനും അദ്ദേഹം ലാർജ്ലി അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കുന്നതിന് അദ്ദേഹത്തിന് ഇമ്പ്യൂണിറ്റി ഉണ്ട്. അതിൽ എന്തെങ്കിലും കള്ളത്തരം അദ്ദേഹം കാണിച്ചതായിട്ട് തെളിയിച്ചാൽ മാത്രമേ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റൂ. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രസിഡൻഷ്യൽ പദവിയിൽ ഇരുന്നോട്ട് ചെയ്താൽ അതിന് യാതൊരു വിധത്തിലുള്ള ഇമ്പ്യൂണിറ്റി ഇല്ലെന്നാണ് അദ്ദേഹം അവര് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതൊരു US-ന്റെ കോർട്ട് ഇപ്പൊ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ജഡ്ജിമാർക്കാണ് അവിടെ ഭൂരിപക്ഷം. ഈ ഇടയ്ക്ക് US-ൽ ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോഗ്രസീവ് നേഷൻസ് എന്ന് വിശ്വസിച്ചിരുന്ന US-ൽ നിന്ന് വന്ന ഒരു വിധി US-ലെ സ്ത്രീകൾക്ക് അബോർഷൻ ചെയ്യാനുണ്ടായിരുന്ന അവകാശം ഇല്ലാതാക്കിക്കൊണ്ടാണ്. മനസ്സിലായോ? അടുത്ത കാലത്ത് അപ്പം അങ്ങനെയുള്ള വിധികളാണ് വരുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പ്രസിഡന്റിന് അപ്പൊ അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന്റെ ഈ 2020 ഈ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇലക്ഷൻ വേർഡിക്റ്റ് അംഗീകരിക്കാതെ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിന് വയലൻസിന് പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന കേസിൽ പോലും അദ്ദേഹത്തിന് പ്രസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് എതിരെയുള്ള പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് കോടതി പ്രതികരിച്ചേക്കുന്നത്, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്തേക്കുന്ന ആ വിഷയത്തിൽ. അപ്പൊ ഇതിൽ ചില പ്രസക്തമായ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് ഹിന്ദു പറയുന്നത്. ഒരു കാര്യം, ഇതില് പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ അദ്ദേഹത്തിന്റെ എതിർ കാൻഡിഡേറ്റിന് ഉള്ള വിജയം അംഗീകരിക്കാതെ അദ്ദേഹത്തിന്റെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് നടപ്പാക്കാനാണ് അദ്ദേഹം അവിടെ നോക്കിയത്. അപ്പൊ അതിൽ പോലും ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ ഡെമോക്രാറ്റിക് വാല്യൂസ് അട്ടിമറിക്കപ്പെടുന്നില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ. രണ്ടാമതായിട്ട് ഇപ്പോ അവർ ചോദിക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. Can a president take a bribe in lieu of a pardon or authorize a rival's assassination? അതായത് പ്രസിഡന്റിന്റെ റൈവലായിട്ടുള്ള ഒരാളിന്റെ അസാസിനേഷൻ ഓതറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രൈബ് മേടിച്ചുകൊണ്ട് ഒരു എക്സിക്യൂഷന് വിധിക്കപ്പെട്ട ആളിന് പാർഡൺ കൊടുക്കാനോ ഒക്കെ ഇത്തരത്തിൽ പറ്റൂലേ? കാര്യം അദ്ദേഹം അതിന്റെ പദവിയിൽ ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ദുർവിനിയോഗം ചെയ്തുകൂടെ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആൾക്കാർ ചോദിക്കുന്നത്. ആൾക്കാരെന്ന് വെച്ചാൽ അവിടുത്തെ ഈ കേസ് കൊടുത്ത ആൾക്കാരും ഡിസെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എഡിറ്റോറിയലാണ്. ഇത് US-ന്റെ ആഭ്യന്തര കാര്യമാണ്. അത് ആ രാജ്യത്തെ ആൾക്കാരും അവിടുത്തെ കോടതികളും തീരുമാനിക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഗ്രേവ് കൺസേൺ. ഇത് തീർച്ചയായിട്ടും ലോകത്തിന് മുഴുവൻ കൺസേൺ ഉള്ള കാര്യം തന്നെയാണ്. എസ്പെഷ്യലി ഫോർ ഇന്ത്യ ഓൾസോ ഇറ്റ്സ് വെരി it's a very serious matter which is of great concern for India because this happening in neighboring countries of India. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും കുറിച്ചാണ് ആ എഡിറ്റോറിയലിൽ പറഞ്ഞത്. അപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് ഇപ്പൊ ഡയറക്റ്റ് അതിർത്തിയില്ല, എന്നാലും ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അപ്പൊ അവിടെ ഈ കാര്യം സംഭവിക്കുമ്പോൾ ഇന്ത്യക്കും അതിൽ പേടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്തായാലും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോളിയോ വൈറസിനെ കുറിച്ചാണ്. പോളിയോ ഇന്ത്യയിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ക്യാമ്പയിന്റെ ഫലമായിട്ട് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്ത ഒരു സംഗതിയാണ്. ഇന്ന് ലോകത്ത് 2 രാജ്യങ്ങളിലാണ് ഒരു എൻഡമിക് ആയിട്ട് ഈ പോളിയോ നിലനിൽക്കുന്നത്. ഒന്ന് പാകിസ്ഥാനിലും മറ്റൊന്ന് അഫ്ഗാനിസ്ഥാനിലും. പക്ഷെ അവിടെയും വലിയ ഹ്യൂജ് പ്രോഗ്രസ്സുകൾ ഉണ്ടായിരുന്നു. 2022-ലും 2023-ലും മാത്രമാണ് വീണ്ടും അവിടെ കേസസ് കുറച്ചുകൂടെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതിവിടെ പറയുന്നുണ്ട്. 2022-ല് കുറച്ച് കേസസ് ഉണ്ടായി. വൈൽഡ് ടൈപ്പ് പോളിയോ വൈറസ് ടൈപ്പ് 1, അതാണ് WP1 എന്ന് പറഞ്ഞൊരു വൈറസ് ആണ് പോളിയോയുടെ. അത് 2022-ൽ കുറച്ച് കേസസ് ഉണ്ടായി. 2023-ൽ കുറച്ചുകൂടെ കൂടുതൽ കേസസ് കുറച്ച് കേസസ് ഉണ്ടായി. അത് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലെ കേസസിന്റെ എണ്ണമൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ 2022-ൽ കൂടുതൽ കേസസ് ഉണ്ടായിരുന്നു. 2023 ആയപ്പോൾ കുറഞ്ഞു. 2024 ആയപ്പോൾ വീണ്ടും കേസുകൾ കൂടി തുടങ്ങി. എന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര നമ്പർ ഓഫ് കേസസ് ഒന്നുമില്ല, എന്നാലും 22-ലെ കേസസിന്റെ എണ്ണത്തെക്കാളും കൂടാൻ സാധ്യതയുണ്ട്. 24-ല് ഇപ്പൊ ഇതുവരെ വന്നേക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കേസുകളുടെ ആ ഒരു ട്രെൻഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നത്. ഈ കേസുകൾ കൂടുന്ന മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. സർക്കുലേഷൻ ഓഫ് ദ വൈറസ് ഇൻ ദ എൻവയോൺമെന്റ്. നമ്മളുടെ എൻവയോൺമെന്റിൽ ഈ പറഞ്ഞ പോളിയോ വൈറസിന്റെ സർക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അവിടെ തന്നെ പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാനിലൊക്കെ ചില ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ആ ക്ലസ്റ്ററുകളിലാണ് കൂടുതലായിട്ട് പോളിയോ ഒക്കെ പണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ക്ലസ്റ്റേഴ്സിലെല്ലാം എൻവയോൺമെന്റിൽ പോളിയോ വൈറസിന്റെ പ്രസൻസ് ഭയങ്കരമായിട്ട് കൂടുന്നു.
അത് ഒരു കോസ് ഫോർ കൺസേൺ ആണ്. എസ്പെഷ്യലി പാകിസ്ഥാൻ നാണ് അഫ്ഗാനിസ്ഥാനേക്കാളും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള എന്നാ പറയുന്ന ഈ കേസിൽ. പാകിസ്ഥാനിൽ അർബൻ ഏരിയാസിൽ ഒരുവിധ കുട്ടികളൊക്കെ വാക്സിനേറ്റഡ് ആണ്. പക്ഷെ റൂറൽ ഏരിയാസിലൊക്കെ റിലീജിയസ് റീസൺസ് കൊണ്ട് പലരും വാക്സിനേറ്റ് ചെയ്യാനൊക്കെ മടിക്കുന്നവർ ഉണ്ട്. പിന്നെ ഒരു കാര്യം, വാക്സിനേറ്റ് ചെയ്യാത്ത കുട്ടികൾ വാക്സിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ് കള്ളം പറയുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. അതിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ ഈ പറഞ്ഞ പോളിയോ വൈറസിന്റെ പ്രസൻസ് ഈ പറഞ്ഞ എൻവയോൺമെന്റിൽ കൂടുമ്പോൾ അത് കൂടുതൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി പാകിസ്ഥാനിൽ ഈ പോളിയോ വൈറസ് കൂടിയാൽ അത് അഫ്ഗാനിസ്ഥാനെ ഭയങ്കര മോശമായിട്ട് ബാധിക്കും. അതിന്റെ കാര്യം, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനായിട്ട് ബോർഡർ ഉള്ളതുകൊണ്ട് മാത്രമല്ല, പാകിസ്ഥാനിൽ ഒരുപാട് അഫ്ഗാൻ മൈഗ്രൻസ് ഉണ്ട്, ലക്ഷക്കണക്കിന്. ഈ അഫ്ഗാൻ മൈഗ്രൻസിന് അല്ലെങ്കിൽ റെഫ്യൂജീസിനെ പാകിസ്ഥാൻ ഇപ്പൊ തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് തള്ളിവിടുകയാണ്, ബോർഡർ കടത്തി. അപ്പൊ ഈ പാകിസ്ഥാനിൽ നിന്ന് ഈ അഫ്ഗാനിസ്ഥാൻ കുട്ടികളിലേക്കും ഒക്കെ ഈ പോളിയോ വൈറസുകൾ സ്പ്രെഡ് ആയാൽ ഇത് തിരിച്ച് അവർ അഫ്ഗാനിലേക്ക് പോകുമ്പം അവിടെ വീണ്ടും കൂടുതൽ സ്പ്രെഡിന് കാരണമാകും. അപ്പോൾ ഇതിപ്പോ ഈ ഒരു എൻഡമിക് ആയിട്ടുള്ള ഈ ഒരു സംഗതി, ഇപ്പൊ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും എൻഡമിക് ആയിട്ടുള്ള ഈ പോളിയോ വൈറസ് എന്ന് പറഞ്ഞ സംഭവം പിന്നീട് ഫ്യൂച്ചറിൽ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ആവാനും നമ്മൾ ഗ്ലോബിൽ നിന്ന് പതുക്കെ ഇറാഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോളിയോ വൈറസ് ലോകത്ത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ, രണ്ടാമത്തെ എഡിറ്റോറിയൽ. അപ്പൊ അതൊരു ഹെൽത്ത് എമർജൻസി ആണ്. എമർജൻസി എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഒരു എമർജൻസി ലെവലിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, വൈൽഡ് ടൈപ്പ് പോളിയോ വൈറസ് ടൈപ്പ് 1 WP1 എന്നാണ് അവർ ഇതിൽ ഷോർട്ട് ഫോമിൽ കൊടുത്തേക്കുന്നത്. WPV1 വൈൽഡ് ടൈപ്പ് പോളിയോ വൈറസ് ടൈപ്പ് 1. ഓക്കെ, ഇത് 2026 കൂടി വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് WHO ലക്ഷ്യം. 2026 വേൾഡിൽ നിന്ന് ഈ WPV1 വൈറസ്, അതായത് വൈൽഡ് ടൈപ്പ് പോളിയോ വൈറസ് ടൈപ്പ് 1 2026 ലോകത്തൊന്നും ഇല്ലായ്മ ചെയ്യുക. ഈ ചിക്കൻ പോക്സ് ഒക്കെ വസൂരി ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ അതിൽ ഇന്ത്യയൊക്കെ സക്സസ്ഫുൾ ആണ്. പക്ഷെ ചില രാജ്യങ്ങൾ ഇങ്ങനെ അതിൽ കുറച്ച് അണ്ടർ പെർഫോമൻസ് ആണ്. അപ്പൊ അതാണ് പറയുന്നത്. ഇനി ഇത് ആക്ച്വലി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ്. പക്ഷെ ഇതിൽ പറയുന്നത് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനെ കുറിച്ചാണ്, കമ്പ്യൂട്ടർ ലിറ്ററസിയെ കുറിച്ചാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് അത് പറഞ്ഞിട്ട് പോകാം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടിരിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന സിമ്പിൾ കാര്യങ്ങൾ അതേ പറഞ്ഞേക്കുന്നത്. കമ്പ്യൂട്ടർ ലിറ്ററസി ഈ കാലഘട്ടത്തിന് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടർ ലിറ്ററസി ഇല്ലാത്തവരും ഉള്ളവരും തമ്മിലുള്ള വ്യത്യാസം ആണ് ഡിജിറ്റൽ ഡിവൈഡ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. എന്താണ് ഡിജിറ്റൽ ഡിവൈഡ്? അങ്ങനെ ഒരു ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടായാൽ ഇന്നത്തെ ഡെവലപ്മെന്റിന്റെ ഫ്രൂട്ട്സ് പലതും ആക്സസ് ചെയ്യാൻ ഈ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കഴിയത്തില്ല. ഇന്നത്തെ ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പോലും, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സ്, ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വേണം. പക്ഷെ റീസെന്റ് ആയിട്ട് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്ത ഒരു സർവേ, NSS 78th റൗണ്ട് ഓഫ് ദ മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർ സർവേ എന്നവർ പറയുന്നത്, ആ സർവേയിൽ കണ്ടെത്തിയത് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ ലിറ്ററസി 24.7% മാത്രമാണ്. അതായത് ഇന്ത്യയിൽ 75% ആൾക്കാർക്ക് കമ്പ്യൂട്ടർ ലിറ്ററസി ഇല്ല എന്നാണ് അവർ പറയുന്നത്. 24.7% മാത്രമാണ് കമ്പ്യൂട്ടർ ലിറ്ററസി ഉള്ളത്. അതിൽ തന്നെ റൂറൽ ഏരിയാസിൽ അത് കുറവാണ്. റൂറൽ ഏരിയാസ്, ഇതിപ്പോ മൊത്തത്തിലുള്ള പോപ്പുലേഷന്റെ റൂറൽ ഏരിയാസിൽ ഏതാണ്ട് 18.1% ഉള്ളൂ. അർബൻ ഏരിയാസിൽ 39.6% ആണ്. ഇനി വേരിയസ് ഏജ് ഗ്രൂപ്പുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഈക്വൽ ലിറ്ററസി അക്രോസ് ഏജ് ഗ്രൂപ്പ്സ്, ഈ 39.6 ഒക്കെ ഉള്ളത് അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിൽ 18.1% ഉള്ള ആർക്കായിരിക്കും? യൂത്തിന്. അതായത് 60 മുകളിൽ 60 to 70 ഏജ് ഗ്രൂപ്പുള്ള പോപ്പുലേഷൻ എടുത്താൽ അവരുടെ കമ്പ്യൂട്ടർ ലിറ്ററസി ലെസ് ദാൻ 4% ആണെന്നാണ് പറയുന്നത്. അതേ സമയത്ത് 30 to 40 അല്ലെങ്കിൽ 20 to 30 ഈ ഏജ് ഗ്രൂപ്പ് ഒക്കെ എടുത്താൽ അവർക്ക് ഏതാണ്ട് 50% ഒക്കെ കമ്പ്യൂട്ടർ ലിറ്ററസി ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അത് സ്വാഭാവികമാണ്. കാര്യം ഏജ് പഴയ ആൾക്കാർക്ക് അവർ സ്കൂളുകളിലും ഒന്നും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഒന്നും ഇല്ലായിരുന്നല്ലോ. അവരുടെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ പോലും ഇല്ലായിരുന്നു. ഇനി സ്റ്റേറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ പുവർ സ്റ്റേറ്റുകളും അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റുകളും തമ്മിലുള്ള കോൺട്രാസ്റ്റും ഭയങ്കര ഒരു വ്യത്യാസമാണ്. അതായത് ഇപ്പം കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നുണ്ട് കേരളത്തിലെ കമ്പ്യൂട്ടർ ലിറ്ററസി ഏതാണ്ട് 72.7% ആണ്. അതായത് ഇന്ത്യയിൽ വൺ ഓഫ് ദ പുവറസ്റ്റ് റീജിയൻസ് ആണ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ. അവിടുത്തെ വലിയ സ്റ്റേറ്റ് ആസാം നോക്കുകയാണെങ്കിൽ വെറും 17.6% ആണ് അവരുടെ കമ്പ്യൂട്ടർ ലിറ്ററസി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 72.7 കേരളം കിടക്കുമ്പോൾ 17.6 ആണ് ആസാം. അത്രയും ഡിഫറൻസ് ആണ് കേരളവും ആസാമും തമ്മിൽ.
അപ്പൊ അങ്ങനെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ 20.4 ആയുള്ളൂ, മധ്യപ്രദേശിൽ 21% ഉള്ളൂ, ജാർഖണ്ഡിൽ 21.2% ഉള്ളൂ, ഉത്തർപ്രദേശിൽ 22.9 ഉള്ളൂ, ഒഡീഷയിൽ 25, ഛത്തീസ്ഗഡിൽ 26, രാജസ്ഥാനിൽ 27. അങ്ങനെ 30% താഴെയാണ് ഈ മിക്ക ഡിസഡ്വാൻറ്റേജ്ഡ് സ്റ്റേറ്റ്, എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള പല സ്റ്റേറ്റുകളുടെയും ലിറ്ററസി. അതേസമയത്ത് കേരളത്തിന് 72.7% ഉണ്ട്. എന്ത് ലിറ്ററസിയാണ്? കമ്പ്യൂട്ടർ ലിറ്ററസി. അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു സ്റ്റഡി നടത്തേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, സ്കൂളുകളിലാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ യൂത്തിന്റെ ഇടയിൽ പോലും ഇത് കുറവാണ് കമ്പ്യൂട്ടർ ലിറ്ററസി. അതിന്റെ കാര്യം, സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം. അതിന്റെ ഒരു കുറവ് ഫേസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നവർക്ക് കുട്ടികൾക്ക് ബേസിക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, പക്ഷെ അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പൊ കമ്പ്യൂട്ടർ ലാബും കുറച്ച് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വേണം. അതൊന്നും മിക്ക സ്കൂളുകളിലും ഇല്ല, പ്രത്യേകിച്ച് ഗവൺമെന്റ് റൺ സ്കൂളുകളിലൊന്നും. ഇതാണ് എന്റെ പ്രധാനപ്പെട്ട പ്രോബ്ലം. അതുകൊണ്ട് ഉണ്ടാവാൻ പോണ പ്രശ്നങ്ങളെ കുറിച്ച് OECD ഒരു സ്റ്റഡിയെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. OECD എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇത് പാരീസ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് OECD. പാരീസ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ക്യാപിറ്റലായ പാരീസിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് OECD പറഞ്ഞേക്കുന്നത് ഇതുമൂലം നമ്മളുടെ ഏറ്റവും വലുതായ പ്രശ്നം ഉണ്ടാകുന്ന പറയാൻ പോണത് എംപ്ലോയ്മെന്റ് മാർക്കറ്റിലായിരിക്കും. എംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ ഈ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അൺഎംപ്ലോയബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറിപ്പോകും കമ്പ്യൂട്ടർ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അതൊരു വലിയ പ്രോബ്ലം ആണ്, മനസ്സിലായോ? പിന്നെ എംപ്ലോയ്മെന്റ് റേറ്റിന്റെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട് അതിന്റെ ഒരു സ്റ്റഡിയെ കുറിച്ചൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഇത് പറയാനുള്ളത്. പിന്നെ സ്കൂളുകളിൽ കൂടുതലായിട്ട് ഇതിനുള്ള പ്രാധാന്യം കൊടുത്താൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അതിനുവേണ്ട എക്സ്പെർട്ടൈസ് ഉള്ള ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുക, അങ്ങനെ ബേസിക് കമ്പ്യൂട്ടർ നോളജ് കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് കൊടുക്കുക. ഇതാണ് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ ലിറ്ററസി കൂട്ടാനുള്ള ഒരു മാർഗമായിട്ട് പറഞ്ഞത്. പിന്നെ ഓൾഡർ പോപ്പുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ലോക്കൽ ബോഡീസ് ഒക്കെ വിചാരിച്ചാലേ പറ്റുള്ളൂ. 90കളിൽ 1990s കേരളത്തിലൊക്കെ വലിയൊരു യജ്ഞം നടന്നു, സാക്ഷരതാ യജ്ഞം എന്ന് പറയും, ലിറ്ററസി ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രോഗ്രാം. അങ്ങനെയാണ് കേരളം അന്ന് 100% ലിറ്ററേറ്റ് ഒക്കെ. ഇപ്പം പക്ഷേ 100% ലിറ്ററസി ഒന്നുമില്ല, 95% സംതിങ് അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അത് കമ്മ്യൂണിറ്റി ലെവലിൽ ആണ് അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ നടന്നത്, നമ്മളുടെ ലോക്കൽ ബോഡീസ് ഒക്കെ ഇൻവോൾവ് ആയിട്ട്. അപ്പൊ ഈ ലോക്കൽ ബോഡീസ് ഒക്കെ കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ സ്ഥാപിച്ച് അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് മാത്രമേ ഏജ്ഡ് പോപ്പുലേഷനെ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആക്കാൻ പറ്റൂ. അല്ലാതെ പറ്റുമോ? അല്ലാതെ ഒരിക്കലും പറ്റൂല. കാര്യം അവർ ഇനി സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, വായിച്ചാൽ മനസ്സിലാവും. ഇനി ഇത് ഷേപ്പ് ഓഫ് എ 5-year ക്ലൈമറ്റ് അജണ്ട ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. ഇത് ക്ലൈമറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. അപ്പം ഇന്ത്യയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള ക്ലൈമറ്റ് അജണ്ട എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ 3ാം NDA ഗവൺമെന്റ് വന്നല്ല, മോഡിയുടെ അല്ലാതെ അതിന് മുമ്പേ വാജ്പേയിയുടെ 1-2 NDA ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 3ാം NDA ഗവൺമെന്റ് എങ്ങനെയായിരിക്കണം നമ്മള് കാര്യം വെച്ചാൽ, മുമ്പ് ഗ്ലോബൽ ക്ലൈമറ്റ് കോൺഫറൻസസ് നടക്കുന്ന സമയത്ത്, കഴിഞ്ഞ കുറെ കാലം മുമ്പ് ഗ്ലോബൽ ക്ലൈമറ്റ് കോൺഫറൻസസ് നടക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ടൊരു പോളിസി ഒന്നുമില്ല. പലപ്പോഴും നമ്മളൊരു ഡിസ്റപ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്ന അല്ലാതെ നമ്മൾ അവിടെ ഒരു വലിയ സ്റ്റേക്ക് ഹോൾഡർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഗ്ലോബൽ സൗത്ത് നേഷൻസിന്റെ ലീഡർഷിപ്പ് തന്നെ ഈ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫറൻസുകളിൽ ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റാൻഡുകൾ എടുക്കുന്നുണ്ട്. ഇന്ത്യ എക്സാമ്പിൾ കൊണ്ട് ലീഡ് ചെയ്യാണ്. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ NDC എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. NDC ഇന്ത്യക്ക് മാത്രമല്ല, മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. NDC വന്നത് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ്. പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് 2015 വേൾഡിൽ വരുന്ന ഏറ്റവും ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള ക്ലൈമറ്റ് അഗ്രിമെന്റ് ആണ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ്. പാരീസിലാണ് നടന്നത്, അതുകൊണ്ടാണ് പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് എന്ന് അറിയപ്പെടുന്നത്. 2015 എൻഡിലാണ് ഈ സമ്മിറ്റ് നടക്കുന്നത്, ഡിസംബർ സമയത്തൊക്കെയാണ്. അപ്പം ആ സമ്മിറ്റില് ആണ് തീരുമാനിച്ചിരിക്കുന്നത് 2100 കൂടി, അതായത് ഈ ഒരു സെഞ്ചുറിയുടെ എൻഡോടുകൂടി ലോകത്തിലെ ഗ്ലോബൽ വാർമിംഗ് കൊണ്ടുണ്ടാവുന്ന ടെമ്പറേച്ചർ റൈസ് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കാം. 1.5 ഡിഗ്രി സെൽഷ്യസ് ക്രോസ് ചെയ്യാൻ പാടില്ല. 1.5 ഡിഗ്രി സെൽഷ്യസ് ക്രോസ് ചെയ്യാൻ പാടില്ല ആസ് കമ്പയർഡ് ടു പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ. പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നൊരു കാലം ഉണ്ടല്ലോ, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതിനു മുമ്പ് ലോകത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നതിന്റെ ആയിരുന്നു ഈ കാർബൺ എമിഷൻ കൊണ്ട്. ഈ ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയലൈസേഷൻ ഓൺലി ദ കാർബൺ എമിഷൻ
സ്റ്റാർട്ടഡ് ദെൻ ബിക്കോസ് ഓഫ് ദിസ്. അതിനുമുമ്പേ കാർബൺ എമിഷൻ വുഡൊക്കെ എരിയുന്നതുകൊണ്ടുള്ള കാർബൺ എമിഷനെ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഇൻഡസ്ട്രീസിൽ നിന്നും ഓട്ടോമൊബൈൽസിൽ നിന്നും അറ്റ്മോസ്ഫിയറിലേക്ക് ഇങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡുമായിട്ട് കമ്പയർ ചെയ്താണ് എപ്പോഴും ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇൻ 2015 പാരീസ് എഗ്രിമെന്റ്, all the stakeholders decided to limit the temperature rise due to global warming to 1.5 degrees Celsius by 2100 as compared to the pre-industrial level. Pre-industrial level ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടാൻ പാടില്ല ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യവും ഒരു മര്യാദയ്ക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങളാണ് NDC എന്ന് പറയുന്നത്, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. അപ്പൊ നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇന്ത്യയും 2035 കൂടി ഇത്ര ശതമാനം, ഏതാണ്ട് 33% അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. ഇന്ത്യ നമ്മളുടെ കാർബൺ എമിഷൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാർബൺ എമിഷൻ 2030 കൂടി ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് നമ്മളുടെ NDC എന്ന് പറയുന്നത്. നാഷണൽ, ഓരോ രാജ്യത്തിനും ഒരു NDC ആണ്, നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോകത്ത് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതിൽ നമ്മൾ പിന്നീട് നടന്ന COP 26 സമ്മിറ്റിൽ ഗ്ലാസ്ഗോയിൽ, സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നടന്ന COP 26 സമ്മിറ്റിൽ വെച്ച് നമ്മൾ പറഞ്ഞു നമ്മൾ 2030 കൂടി 500 ജിഗാവാട്ട് പവർ റിന്യൂവബിൾ എനർജി സോഴ്സസ് നിന്ന് ഉത്പാദിപ്പിക്കാമെന്ന്. 500 ജിഗാവാട്ട് പവർ റിന്യൂവബിൾ എനർജി സോഴ്സസ് നിന്ന് ഉത്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ സോളാർ, വിൻഡ് അതുപോലുള്ള സംഭവങ്ങളിലേക്ക് എനർജി ട്രാൻസിഷൻ നടത്തേണ്ടി വരും. എന്നിട്ട് നമ്മൾ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുകളിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ പകുതിയായിട്ട് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ 2021 22 ഗ്ലാസ്ഗോയിൽ സമ്മിറ്റ് നടക്കുന്നത്. ആ സമ്മിറ്റിൽ നമ്മളെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ലോകത്തിന് നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻസ് ആണ്. നമ്മൾ അതിലേക്ക് ആ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ട് മിണ്ടായിരിക്കുകയല്ല. പിന്നെ നമ്മൾ വേറെ പിന്നെ നമ്മൾ നെറ്റ് സീറോ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ് സീറോ അതിലും നമ്മൾ ലോകത്തിന്റെ കമ്മിറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് സീറോ എന്ന് പറയുന്നത് ലോകത്തിലെ നമ്മൾ കാർബൺ ന്യൂട്രൽ ആക്കുക, കാർബൺ എമിഷൻ സീറോ ആക്കുക, നെറ്റ് എമിഷൻ സീറോ ആക്കുക. നെറ്റ് എമിഷൻ സീറോ ആക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴും എമിഷൻ കാണും, പക്ഷെ അതിനനുസരിച്ച് അബ്സോർപ്ഷൻ നടത്തിയാൽ മതി. എമിഷൻ ഒപ്പം അബ്സോർപ്ഷൻ നടന്ന് ന്യൂട്രൽ ആക്കുക. അതിനാണ് കാർബൺ ന്യൂട്രൽ ആവുക അല്ലെങ്കിൽ നെറ്റ് സീറോ ആവുക എന്ന് പറഞ്ഞാൽ. അതിന് USA-യും വേൾഡിലെ G7 ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ വെച്ചേക്കുന്ന ഇയർ 2050 ആണ്. അത് കാര്യം അവർ ഓൾറെഡി ഡെവലപ്ഡ് ആണ്. ദേ ക്യാൻ ഡു ദാറ്റ് ബൈ 2050 ദേ ക്യാൻ ബിക്കം കാർബൺ ന്യൂട്രൽ. ഇന്ത്യ കനോട്ട് put such kind of ambitious targets before the world because we are a developing country only and we need to develop at a very faster pace. If we put restrictions on carbon emission in a very stringent manner, that will affect our development. അതുകൊണ്ട് ആണ് ഇന്ത്യ 2050 നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. ചൈന ഇന്ത്യക്കാർ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയതുകൊണ്ട് അവർ 2060 വെച്ചു കാർബൺ ന്യൂട്രൽ ആവാൻ. ഇന്ത്യ അതുപോലുള്ള ഗ്ലോബൽ സൗത്തിലെ പല നേഷൻസും 2070 ആണ് വെച്ചത്. സോ ഇന്ത്യയുടെ കാർബൺ ന്യൂട്രൽ ആവാനുള്ള ഇയർ എത്രയാണ്, അല്ലെങ്കിൽ നെറ്റ് സീറോ ആവാനുള്ള ഇയർ എത്രയാണ്? 2070. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പവർ ജനറേഷൻ സെക്ടറിലൊക്കെ നമ്മൾ വ്യക്തമായിട്ടുള്ള ടാർഗറ്റുകൾ വെച്ചിട്ടുണ്ട് കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പവർ ജനറേഷൻ സെക്ടറാണ് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ നടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ NTPC നമുക്കറിയാം, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. പേര് തന്നെയുണ്ട് NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഈ തെർമൽ പവർ ഉത്പാദിപ്പിക്കണമെങ്കിൽ മിക്കവാറും ഏതെങ്കിലും ഫോസിൽ ഫ്യൂല് കത്തിച്ചിട്ടായിരിക്കും. മെജോറിറ്റി കോളാണ്, പിന്നെ ഗ്യാസ്, അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഫീൽഡിലൊക്കെ നമ്മൾ ലിമിറ്റുകൾ ഒരുപാട് ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലാ ഫീൽഡിലും നമ്മൾ ഈ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ള ലിമിറ്റുകൾ സെറ്റ് ചെയ്ത് ഒരു നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കുള്ള ഒരു ഫ്രെയിം വർക്ക് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്നാണ്. എന്നിട്ട് 2028 COP സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടത്താനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കണമെന്നാണ് ഈ ഓദർ പറയുന്നത്. 2028 2024 ഇപ്പം COP സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? UNFCCC നേതൃത്വത്തിൽ. ഞാൻ ഇത്തിരി മുമ്പേ COP സമ്മിറ്റ് പറഞ്ഞായിരുന്നു ഈ COP 26 എന്നൊക്കെ. UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UN-ന്റെ ഒരു ഏജൻസിയാണ്. ഇവർ നടത്തുന്ന സമ്മിറ്റാണ് COP സമ്മിറ്റ്. COP സമ്മിറ്റ് എന്ന് പറയുന്നത് കോൺഫറൻസ് ഓഫ് ദ പാർട്ടി സമ്മിറ്റ്. കോൺഫറൻസ് ഓഫ് ദ പാർട്ടി സമ്മിറ്റ് എല്ലാ വർഷവും നടക്കുന്ന ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ പ്ലാൻസിനെയാണ് കോൺഫറൻസ് ഓഫ് ദ പാർട്ടി സമ്മിറ്റ് എന്ന് പറയുന്നത്. അതിന്റെ 2028 എഡിഷൻ ഇന്ത്യയിൽ വെച്ച് നടത്താൻ ഇന്ത്യ തയ്യാറാവണമെന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇത് ഒരു ഡിസ്കഷനാണ്. ഷുഡ് ഇന്ത്യ റിവ്യൂ ഇറ്റ്സ് മ്യാൻമർ പോളിസി ഇൻ വ്യൂ ഓഫ് ദ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളാണ്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. Myanmar is a bordering country for India. Myanmar is very strategically located for India because northeastern region is
sharing border with Myanmar. Northeastern region is also very notorious for ലോ ആൻഡ് ഓർഡർ പ്രോബ്ലംസ്. ഇപ്പൊ മണിപ്പൂരിലെ വിഷയം തന്നെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഗുഡ് ഹ്യൂമറിൽ എപ്പോഴും വച്ചിരുന്നേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിമിനൽസ് എല്ലാം നോർത്ത് ഈസ്റ്റിൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് മ്യാൻമറിലേക്ക് ക്രോസ് ഓവർ ചെയ്യും. അപ്പൊ അവര് അവിടത്തേക്ക് വരണാതിരുള്ള അവരൊക്കെ അവരുടെ പ്രൊട്ടക്ഷനും ഒക്കെ കൊടുത്താൽ അത് ഇന്ത്യയുടെ സെക്യൂരിറ്റി ഇൻട്രസ്റ്റിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ മ്യാൻമറിൽ പട്ടാളം ഡെമോക്രസിയെ തകർത്തിട്ടും അവിടുത്തെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അട്ടിമറിച്ച് അവിടെ പട്ടാളം ഭരണം പിടിച്ചെടുത്തിനും ഇന്ത്യ വലുതായിട്ടൊന്നും മിണ്ടിയില്ല. ഇന്ത്യയുടെ ഹാൻഡ്സ് ആർ ടൈഡ് ഇൻ ദാറ്റ് മാറ്റർ. ഞാൻ പറഞ്ഞല്ലോ, മ്യാൻമറിനെ നമുക്ക് എപ്പോഴും കൂടെ നിർത്തിയേ പറ്റൂ. പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ വിഷയം അവിടുത്തെ ഡെമോക്രാറ്റിക് ഫോഴ്സസ്, അതുപോലെ അവിടുത്തെ എത്നിക് ഗ്രൂപ്പുകൾ, അവിടെ ഒരുപാട് എത്നിക് ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാവരും ചേർന്ന് പട്ടാളത്തിനെ പല മേഖലകളിലും തകർത്തുകൊണ്ടിരിക്കുകയാണ്. പട്ടാളം ഏതാണ്ട് 50% ടെറിട്ടറിയിൽ മാത്രമേ, മ്യാൻമറിന്റെ ടെറിട്ടറിയിൽ മാത്രമേ പട്ടാളത്തിന് ഇന്ന് സ്വാധീനമുള്ളൂ. ബാക്കി ഒരു 50% ടെറിട്ടറിയിൽ അരാക്കൻ ആർമി എന്നൊക്കെ പറയുന്ന അവിടുത്തെ എത്നിക് ഗ്രൂപ്പുകളും പിന്നെ അവിടുത്തെ ഈ പ്രോ ഡെമോക്രാറ്റിക് ഫോഴ്സസും അവരും ആണ് ഭരണം നിർവഹിക്കുന്നത്. പക്ഷെ ഇന്ത്യ ഇപ്പോഴും ഡീൽ ചെയ്യുന്നത് മ്യാൻമർ ഗവൺമെന്റിനോടാണ്. മ്യാൻമറിലെ ലെജിറ്റിമേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പട്ടാള ഗവൺമെന്റ് തന്നെയാണ്. അവരുമായിട്ട് മാത്രം ഡീൽ ചെയ്യുമ്പോൾ പ്രോബ്ലം നമുക്ക് അവിടുത്തെ ബാക്കി പകുതി മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന അവിടുത്തെ പ്രാദേശിക ശക്തികളുടെ ഇടയിൽ സ്വാധീനം നഷ്ടപ്പെടുകയാണ്. പക്ഷെ ചൈന ഈ രണ്ടുപേരുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കിയാണ്. പിന്നെ വേറൊരു പ്രോബ്ലം, മിക്കവാറുള്ള ബോർഡർ ക്രോസിംഗ് ഏരിയാസ് എല്ലാം ഈ ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അതെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞു ആര്, ഈ എത്നിക് ഗ്രൂപ്പുകളും അവിടുത്തെ പ്രോ ഡെമോക്രാറ്റിക് ഫോഴ്സസും. അതെല്ലാം അവിടുത്തെ പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പട്ടാള ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്ട്രാറ്റജിക്കലി നോക്കുമ്പോൾ നമുക്ക് ഇവരുമായിട്ട് ഡീൽ ചെയ്തേ പറ്റൂ. അപ്പൊ അത് എങ്ങനെ ഡീൽ ചെയ്യാം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു പൂർണ്ണമായിട്ടും പട്ടാള ഗവൺമെന്റിനെ പിണക്കിക്കൊണ്ട് ഇവരുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരുമായിട്ടുള്ള ഡീലിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് ആണ്. നമുക്കറിയാം, ഒരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ സിവിലിയൻ ഫോഴ്സസും അതുപോലെ പട്ടാളവും തമ്മിൽ. ആ യുദ്ധത്തിൽ സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർ പരിക്കേറ്റ് വീഴുന്നുണ്ട്, മരിക്കുന്നുണ്ട്, അവിടെ ആൾക്കാർ പട്ടിണിയിലാവുന്നുണ്ട്, ഒരുപാട് പേര് ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് അവിടുത്തെ പട്ടാള ഗവൺമെന്റ് സഹായത്തോടു കൂടി തന്നെ, അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവിടുത്തെ ഡെമോക്രാറ്റിക് ഫോഴ്സസിന് ഡെമോക്രസിയെ കുറിച്ച് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. അവര് ഒരു ഡെമോക്രാറ്റിക് പാരലൽ ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഗവൺമെന്റിന് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനും എല്ലാം ഇന്ത്യയുടെ ഡെമോക്രാറ്റിക്സ് ആയിട്ടുള്ള ട്രഡീഷൻ വെച്ച് നമുക്ക് അവർക്ക് ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പം ക്രോണിക്ലിംഗ് പാർലമെന്ററി പ്രൊസീഡിങ്സ് ഓവർ ടൈം. ഇതൊരു ജേർണലിസ്റ്റ് പുതിയ പാർലമെന്റും പഴയ പാർലമെന്റും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അതങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. CASF ഇപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ഏറ്റെടുത്തതിനെ കുറിച്ച്, പഴയ പാർലമെന്റിന്റെ സെക്യൂരിറ്റി ഡൽഹി പോലീസിനായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്ക് അവിടെ ഒരു സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായതുകൊണ്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ, പുതിയ പാർലമെന്റ് ബിൽഡിങ്ങിന്റെ പ്രൊട്ടക്ഷൻ അത് അറിഞ്ഞിരിക്കണം. CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്ത്യയുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ്. ഇന്ത്യയിൽ പല പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. CRPF, CISF, ആസാം റൈഫിൾസ്, അതുപോലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, ITBP, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അങ്ങനെ. അപ്പൊ ഇതില് CISF നമ്മളെ എയർപോർട്ടൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവരാണ് ഇപ്പോഴത്തെ പുതിയ പാർലമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഓൾഡ് പാർലമെന്റ് ബിൽഡിങ്ങിന് ഇപ്പൊ എന്താണ്, ഓൾഡ് പാർലമെന്റ് ബിൽഡിംഗ് ഇടിച്ചു കളഞ്ഞിട്ടൊന്നുമല്ല, പഴയ സർക്കുലർ ഷേപ്പിലുള്ള പാർലമെന്റ് ബിൽഡിംഗ് ഇപ്പോഴും ഉണ്ട്. അതിനിപ്പോ അറിയപ്പെടുന്ന സംവിധാൻ സദൻ എന്നാണ്. അതും ഒരു എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പഴയ പാർലമെന്റ് ബിൽഡിങ്ങിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ. പിന്നെ മഹാത്മാഗാന്ധിയുടെയും BR അംബേദ്കറിന്റെ ഒക്കെ പ്രതിമകൾ ഇരിക്കുന്ന സ്ഥലത്തിന്, നമ്മളുടെ പാർലമെന്റ് ബിൽഡിങ്ങിലെ പ്രതിമകൾ ഇരിക്കുന്ന സ്ഥലത്തിന് പ്രേരണ സ്ഥൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിപ്പോ ഇനാഗുറേറ്റ് ചെയ്തേ ഉള്ളൂ. പ്രേരണ സ്ഥൽ അറിഞ്ഞിരിക്കുക. ഇവിടെയാണ് രാഷ്ട്ര ശില്പികളുടെ, നമ്മളുടെ രാഷ്ട്രം നിർമ്മിച്ച ഗ്രേറ്റ് പേഴ്സണാലിറ്റീസിന്റെ പ്രതിമകൾ ഇരിക്കുന്നത്. അതിനെ കുറിച്ച് പറയാം. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ നമുക്ക് ആവശ്യമുള്ള ഒന്നുമില്ല, നോക്കി. ലാക്ക് ഓഫ് ലീഡർഷിപ്പ് അറ്റ്ലീസ് അത് വേണ്ട. ഹജ്ജ് പിൽഗ്രിമേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം, പിന്നെ സിനിമയെ കുറിച്ചൊരു സംഗതി, അതൊന്നും വേണ്ട. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ India-US ഷെയർ ഗോൾസ് ടു പ്രിവെന്റ് യുക്രൈൻ കോൺഫ്ലിക്ട് ഫ്രം സ്പ്രെഡിംഗ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ കാണാം. അത് US അംബാസഡർ എറിക് ഗാഡ്സെറ്റി പറഞ്ഞേക്കുന്നതാണ്. US അംബാസഡർ ടു ഇന്ത്യ ആരെന്ന് അറിഞ്ഞിരിക്കുക, എറിക് ഗാഡ്സെറ്റി. US അംബാസഡർ ടു ഇന്ത്യ എറിക് ഗാഡ്സെറ്റി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയും US-ഉം യുക്രൈൻ വാറിലും പലസ്തീൻ പ്രോബ്ലംസിലും ഒക്കെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയുമായിട്ട് എപ്പോഴും ഒരു ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ US മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ,
പിന്നെ നാറ്റോയുടെ സമ്മിറ്റ് ഇപ്പം നടക്കുന്ന അതേ സമയത്ത് റഷ്യ അത് പറയാൻ പറ്റും. നരേന്ദ്രമോദി ഈ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് സ്കിപ്പ് ചെയ്തപ്പോൾ അവിടെ വെച്ച് വേറൊരാളെ നമുക്ക് കാണാമായിരുന്നു, നമ്മളുടെ സുഹൃത്തായ പുടിനെ. പക്ഷെ അദ്ദേഹത്തിന് പുടിനെ കാണാൻ അവിടെ വെച്ച് പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് 1 വീക്ക് പോലും തികയുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടേക്ക് പോയാണ്. ജൂലൈ 8-9 ദിവസങ്ങളിൽ, ജൂലൈ 3-4 ദിവസങ്ങളിലാണ് SCO മീറ്റിംഗ്. അതിന് മനഃപൂർവ്വം പങ്കെടുത്തില്ല. എന്നിട്ട് 8-9 ദിവസങ്ങളിൽ അദ്ദേഹം റഷ്യയിലേക്ക് പോയാണ്, അവിടെ പുടിനെ മീറ്റിംഗ്. അതേ സമയത്ത് തന്നെ നാറ്റോയുടെ സമ്മിറ്റ്, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ്, അവരാണല്ലോ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ഓഫ് യുക്രൈൻ. നാറ്റോയുടെ സമ്മിറ്റ് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയ ബ്രസൽസിൽ, ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസിൽ വെച്ച് നടക്കുക. അപ്പൊ ഈ ഇത് തങ്ങളിൽ എന്തെങ്കിലും ഒരു കോറിലേഷൻ ഉണ്ടോ എന്നൊക്കെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതായത് ഇപ്പൊ മോഡി ഈ നാറ്റോ രാജ്യങ്ങളുടെ എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ചാൻസ് ഉണ്ടോ പുടിന്? കാര്യം പുടിനോട് ഡയറക്ട്ലി സംസാരിക്കാനുള്ള ടോക്കിംഗ് ടൈംസിലല്ല ഈ നാറ്റോ രാജ്യങ്ങളിൽ ഒരു രാജ്യങ്ങളും ഉള്ളത്. അപ്പം മോഡിക്ക് അത് ചെയ്യാൻ പറ്റും. കാര്യം ഇന്ത്യ ഈസ് എ ഫ്രണ്ട് ഫോർ നാറ്റോ, ഇന്ത്യ ഈസ് എ ഫ്രണ്ട് ഫോർ നാറ്റോ ലീഡർ USA, ആൻഡ് ഇന്ത്യ ഈസ് എ ഫ്രണ്ട് ഫോർ റഷ്യ ഓൾസോ. They can, so India can act as a mediator or as a bridge between NATO and Russia. അപ്പൊ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ US ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഇന്നലെ ഞാൻ പറഞ്ഞാണ്. ജെറ്റ് എഞ്ചിന്റെ കാര്യമൊക്കെ ഇന്നലെ പറഞ്ഞതല്ലേ. പിന്നെ ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ അർജുൻ രാം മേഘ്വാൾ. ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ ആരാണ്? അർജുൻ രാം മേഘ്വാൾ, ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നെ ഇന്ത്യയുടെ പുതിയ ആർമി ചീഫ് ഉപേന്ദ്ര ദ്വിവേദി കാശ്മീർ വിസിറ്റ് ചെയ്ത ഫോട്ടോ കാണാം. ഉപേന്ദ്ര ദ്വിവേദി. പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ നെക്സ്റ്റ് പേജിൽ വേറെ ഒന്നും പറയല്ല. അവിടെ എല്ലാ ദിവസവും പൊളിറ്റിക്സേ വരുള്ളൂ ഈ പേജിൽ. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ അവിടെയും ഇന്ന് ന്യൂസ് കുറവാണ്. കാരണം ഈ ആസാമിലേക്ക് ഫ്ലഡിനെ കുറിച്ചും അതൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയതാണ്. ആസാമിൽ ഫ്ലഡ് എന്ന് പറഞ്ഞൊരു ആനുവൽ ഇവന്റ് ആണ്, എല്ലാ വർഷവും അത് കാണും. ബ്രഹ്മപുത്രയിലെ ഫ്ലഡിംഗ് ആണ് ആസാമിലെ ഫ്ലഡിന് കാരണമാവുന്നത്. അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് അവിടെ കാണാം. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ബിസിനസ് പേജാണ്. ബിസിനസ് പേജിൽ ഇൻഡസ്ട്രി മിനിസ്ട്രി പുഷസ് ഫോർ ലോവർ ഡ്യൂട്ടീസ് ഓൺ ഇൻപുട്ട് ഇമ്പോർട്ട്സ് എന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള ആൾക്കാർ ആവശ്യപ്പെട്ടു, ചൈനയിൽ നിന്നാണ് മിക്കവാറും ഇന്ത്യയിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇൻപുട്ട് പല ഘടകങ്ങളും വരുന്നത്. നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങൾ പലത് ഇന്ത്യയിൽ, ഇലക്ട്രോണിക് ഇൻഡസ്ട്രി ഒരു ബിഗ് ഇൻഡസ്ട്രി ആയിട്ട് ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ചൈനയിൽ നിന്നാണ് പല ഘടകങ്ങളും വരേണ്ടത്. പക്ഷേ ഇന്ത്യ ഭയങ്കര ടാക്സ് ഈ ചൈന എന്നുള്ള ഇതുപോലുള്ള പാർട്സിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സാധനങ്ങൾ ഇവിടെ ഓരോ കോസ്റ്റ്ലി ആവും. അതുപയോഗിച്ചുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഇവിടെ കോസ്റ്റ്ലി ആയിട്ടല്ലേ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഗ്ലോബലി കോമ്പീറ്റ് ചെയ്യാൻ ഇന്ത്യൻ കമ്പനീസിന് പറ്റുന്നില്ല. അപ്പൊ അവരിതൊരു പരാതിയായിട്ട് കൊമേഴ്സ് മിനിസ്റ്ററിയോട് പറഞ്ഞു. പീയൂഷ് ഗോയലാണ് കൊമേഴ്സ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പീയൂഷ് ഗോയൽ അദ്ദേഹത്തിന്റെ മിനിസ്റ്ററിയോട് പറഞ്ഞു. അവർ പറഞ്ഞ വേറൊരു കാര്യം, PLI എന്ന് പറയുന്നൊരു സ്കീം വളരെ അഗ്രസീവായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ കുറെ ഗുണങ്ങളും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. PLI, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്ന് പറയും. എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോവിഡ് സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ആംബിഷ്യസ് സ്കീംസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഈസ് PLI സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. ആ പേര് തന്നെ ഉണ്ട്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇന്ത്യ ഈസ് ഇൻവൈറ്റിംഗ് ഓൾ ദ ഗ്ലോബൽ കമ്പനീസ് ടു ഇന്ത്യ. You come and invest in India and produce in India. We will give you incentive for setting up manufacturing plant. അതാണ് പ്രൊഡക്ഷൻ ചെയ്യൂ, അതുമായിട്ട് ലിങ്ക് ചെയ്ത് ഞങ്ങൾ ഇൻസെന്റീവ് തരാവുന്നതാണ്. അപ്പൊ കാശ് അങ്ങോട്ട് കൊടുത്ത് അവരെ കൊണ്ട് ഇവിടെ ബിസിനസ് സെറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു വലിയ മാനുഫാക്ചറിംഗ് ബേസ് ഉണ്ടാക്കുക, ചൈനയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് വേൾഡിൽ ഇന്ത്യക്ക് മാറുക. മനസ്സിലായോ? അപ്പം അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒപ്പം ഇന്ത്യയിൽ ഒരുപാട് എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യും, അതാണ്. പക്ഷേ ഈ PLI സ്കീം പോലും പരാജയപ്പെട്ടു പോകും. ചൈനയിൽ നിന്നുള്ള ഈ സാധനങ്ങൾക്ക്, പാർട്സിനൊക്കെ ഇത്രയും വില കയറ്റി വെച്ചാൽ ഇന്ത്യക്കകത്ത് മാനുഫാക്ചറിംഗ് സാധനങ്ങൾ ഗ്ലോബലിയാണ് വിൽക്കേണ്ടത്. അല്ല ഇന്ത്യക്ക് വേണ്ടതായിരിക്കും. ഐഫോൺ ഇന്ത്യയിൽ ഒരുപാട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ഇവിടെയാണോ വിൽക്കുന്നത്? ഇവിടെ കുറച്ചേ വിൽക്കുന്നുള്ളൂ. ഇതിന്റെ 75% കയറ്റിയൊക്കെയാണ്. അപ്പൊ ഇന്ത്യയിലേക്കകത്ത് കോസ്റ്റ്ലി ആയിട്ടാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്ലോബൽ അഡ്വാൻറ്റേജ് നഷ്ടപ്പെടുകയാണ്. അപ്പം PLI സ്കീം തന്നെ പരാജയപ്പെട്ടു എന്നവർ പറഞ്ഞു. അതുകൊണ്ട് ചൈനയിൽ നിന്നുള്ള പല സംഗതികളുടെയും താരിഫ് റേറ്റ് കുറയ്ക്കാൻ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്, അതാണ്. പക്ഷെ അപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്, അത് പക്ഷെ ചെയ്യൂലെന്നാ പറഞ്ഞേക്കണം. ഈ കോവിഡ് സമയത്ത് ഇന്ത്യയുമായി ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള FDIക്ക് റെസ്ട്രിക്ഷൻ വെച്ചു. കോവിഡിന്റെ സമയത്ത് അത് വന്നത്. അപ്പൊ കോവിഡൊക്കെ മാറിയിട്ടും അത് മാറ്റിയിട്ടില്ല. FDI മീൻസ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകുന്ന, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ഒഴുകുന്ന
മൂലധന നിക്ഷേപത്തിനാണ് FDI എന്ന് പറഞ്ഞാൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കോവിഡ് സമയത്ത് ബാൻ ചെയ്തത്? കോവിഡ് സമയത്ത് പല കമ്പനീസും പൊളിഞ്ഞു പോകാനുള്ള സാധ്യത ഗവൺമെന്റ് അറിയാറുണ്ട്. ബിക്കോസ് ഓഫ് ദ പാൻഡമിക് സിറ്റുവേഷൻ our economy will be stagnated for some time and നമ്മളുടെ many companies will face big problems. അവരുടെ ബേസിക്സ് സ്ട്രോങ് അല്ലെങ്കിൽ കമ്പനി പൂട്ടി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അത്തരം സിറ്റുവേഷനിൽ ഇന്ത്യയിലെ ബോർഡറിൽ ഒരു സ്ട്രോങ് നേഷൻ ഉണ്ട്, ചൈന. ദാറ്റ് ഈസ് എൻ എനിമി നേഷൻ. പാകിസ്ഥാനെ നമുക്ക് അങ്ങനെ എനിമി നേഷൻ ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ചൈനയെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല പാകിസ്ഥാനും ബംഗ്ലാദേശും ആ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നമല്ല. ഇന്ത്യൻ കമ്പനീസിനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് കമ്പനീസ് ഒന്നും ഇല്ല. പക്ഷെ ചൈന വിൽ ടേക്ക് ഓവർ ഇന്ത്യസ് കമ്പനീസ് എന്നൊരു തിങ്കിങ് അന്ന് ഇന്ത്യക്ക് വന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം ഉണ്ടാക്കി വെച്ചു. നമ്മളുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അതാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ അത് ഒരു വലിയ ന്യൂസ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ GST സ്റ്റിൽ ഫാർ ഫ്രം സിമ്പിൾ. ഫോമർ CA സുബ്രഹ്മണ്യൻ. CE എന്താണ്? ചീഫ് എക്കണോമിക് അഡ്വൈസർ. അത് ഫോമർ CE ആണ് അരവിന്ദ് സുബ്രഹ്മണ്യന്റെ കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പോഴത്തെ CA അനന്ത നാഗേശ്വരനാണ്. ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോസ്റ്റ്. Okay, current CE chief economic advisor is അനന്ത നാഗേശ്വരൻ. അതാണ് അതേവാണ്. പിന്നെ ബാക്കി ഇവിടുത്തെ ന്യൂസുകളൊന്നും നമുക്ക് അങ്ങനെ ആവശ്യമുള്ളതല്ല. ഓക്കെ, ബാക്കി ഒരു കാര്യം, LIC റൈസസ് ഷെയർ ഹോൾഡിംഗ് ഇൻ IDFC ഫസ്റ്റ് ബാങ്ക് ടു 2.68% എന്നുള്ള ന്യൂസ് കാണാം. IDFC ഫസ്റ്റ് ബാങ്കിൽ LIC ഷെയർ ഹോൾഡിംഗ് കൂട്ടിയതിനെ കുറിച്ചാണ്. LIC ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ DII അറിഞ്ഞിരിക്കുക, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ. ഷെയർ മാർക്കറ്റിൽ പോയിട്ട് കമ്പനീസിന്റെ ഷെയർസിൽ ബിഗ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് DIS എന്ന് പറയുന്നത്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അത് ഫോറിൻ സ്ഥാപനങ്ങളും ആവാം. അങ്ങനെയാണെങ്കിൽ അവർ FII എന്ന് പറയും, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. FIIയും DIIയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ DII ഏതാണ്? LIC. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ UK ഇലക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു. അവിടെ ഇപ്പൊ എന്തായാലും ഋഷി സുനാക്ക് തോക്കും, യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി തോക്കും. പിന്നെ വേറെ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളുള്ള ആ പേജിൽ ഒന്നും പറയാനില്ല. പിന്നെ പറയാനുള്ളത് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ടീമിന് വലിയ പിന്നീട് റിസപ്ഷൻ ഇന്നലെ കിട്ടി. T20 വേൾഡ് കപ്പ് വിൻ ചെയ്ത് രാജാക്കന്മാരായിട്ട് തിരിച്ചു വന്ന ടീമിന് വീരോചിതമായിട്ടുള്ള സ്വീകരണം കൊടുത്തതിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അത്ലറ്റിക്സ്, ഇന്ത്യയുടെ അത്ലറ്റിക്സ് ടീമിനെയൊക്കെ പ്രഖ്യാപിച്ചു. പാരീസ് ഒളിമ്പിക്സിലേക്ക് വേണ്ടല്ല. പാരീസ് ഒളിമ്പിക്സിന് ഇപ്പൊ നെക്സ്റ്റ് മന്തിൽ സ്റ്റാർട്ട് ചെയ്യും. ഓഗസ്റ്റിലാണ് പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഈ പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യയുടെ അത്ലറ്റിക് ടീമിനെ ഡിക്ലെയർ ചെയ്തു. AFI ആണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. AFI അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. AFI എന്താണ്? അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ പ്രസിഡന്റ് ആണ് ആദിൽ സുമാരിവാല. സത്യത്തിൽ സുമാരിവാല എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ്. ഞാൻ എഴുതാൻ സ്ഥലത്തോട് താഴോട്ട് എഴുതി. ആദിൽ സുമാരിവാല, WALL എന്നാണ് ഇവിടെ വരേണ്ടത്. AFIയുടെ പ്രസിഡന്റ്. ഇനി ഒളിമ്പിക്സിന്റെ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന IOA ആണ്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PT ഉഷയാണ്. PT ഉഷ ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല. PT ഉഷ is the first woman president of IOA. For the first time IOA got a woman president and that is PT ഉഷ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഓക്കെ, പിന്നെ വിംബിൾഡൺ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. വിംബിൾഡൺ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അടുത്ത ഫോർമുല 1 അടുത്ത റേസ് നടക്കാൻ പോണ്, ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഫോർമുല 1 ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനാണ്. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സ് ആണ് F1, ഫോർമുല 1. അതിനേക്കാളും വേഗതയിൽ നടക്കുന്ന ഒരു മത്സരവും ലോകത്തില്ല. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്ട്. അതിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ചാമ്പ്യൻ മാക്സ് വെർസ്റ്റപ്പൻ ആണ് അല്ലേ? മാക്സ് വെർസ്റ്റപ്പൻ ആണ് F1 നിലവിലുള്ള വേൾഡ് ചാമ്പ്യൻ. പിന്നെ വേറെ അങ്ങനെ കോപ്പ അമേരിക്ക, യൂറോ കപ്പ്, ഇത് രണ്ടും എന്നും പറയുന്നതാണ്. കോപ്പ അമേരിക്ക US നടക്കുന്നു, ജർമ്മനിയിൽ നടക്കുന്നു യൂറോ കപ്പ്. പിന്നെ സ്പോർട്സിൽ ഈ പേജുകളൊന്നും നമുക്ക് വേണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് നാളെ വരാം. അതുവരെ ഈ വീഡിയോ കണ്ട് നോട്ട്സ് എല്ലാം എഴുതിയെടുത്ത് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസ് പറയുക, ഫീഡ്ബാക്ക് പറയുക. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും വേണ്ടി. എന്നാലും നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുള്ളൂ. അതാണ് നിങ്ങൾ നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സർവീസ് എന്ന് പറയുന്നത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.